വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പോർമുഖം തുറന്ന CPM യുവമുഖം സ്വരാജ്. താത്വിക അവലോകനം നടത്തുന്ന അതേ വഴക്കത്തോടെ രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ വാക്ശരമെയ്യാനും മിടുക്കനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ്. മാർദ്ദവമില്ലാതെ പാർട്ടിക്കായി പ്രതിരോധം തീർക്കുന്നതാണ് ശൈലിയെങ്കിലും എഴുതിയ പുസ്തകങ്ങളിലൊന്ന് പൂക്കളെക്കുറിച്ചാണ്. വാക്കിലും നോക്കിലും ഇടപെടലിലും പാർട്ടി ലൈൻ ലക്ഷ്മണരേഖയാക്കിയ യുവ നേതാവിനെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ് നിലമ്പൂരിൽ കാത്തിരിക്കുന്നത്. ഏറനാടിൻ്റെ ചെഗവേര എന്ന സഖാക്കൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന കെ കുഞ്ഞാലിയാണ് CPM ചിഹ്നത്തിൽ നിലമ്പൂരിൽ നിന്ന് ജയിച്ച അവസാന MLA. 58 വർഷത്തിനു ശേഷം കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലൊരു ജയമാണ് സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ദീർഘകാലമായി എറണാകുളവും തിരുവനന്തപുരവുമാണ് കർമ്മമേഖലയെങ്കിലും നിലമ്പൂരിന് മണ്ണിൻ്റെ മകനാണ് സ്വരാജ്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോത്തുകല്ല് പഞ്ചായത്തിലെ ഞെട്ടിക്കുളത്ത് സർക്കാർ ജീവനക്കാരനായിരുന്ന PN മുരളീധരൻ്റെയും PR സുമാംഗി അമ്മയുടെയും മകനാണ്. പാലേമാട് സ്കൂളിലെ പഠനകാലത്ത് SFI യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയ തുടക്കം. SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു. ചുങ്കത്തറ മാർത്തോമ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദ പഠനകാലത്ത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി. നിയമത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവുമുണ്ട് സ്വരാജിന്. പ്രത്യയശാസ്ത്ര വിശകലനത്തിൽ പാർട്ടിയുടെ യുവമുഖമായ സ്വരാജ് 43-ാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. നിലവിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററാണ്. തുടർച്ചയായ 5 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച K ബാബുവിനെ തോൽപ്പിച്ച് തൃപ്പൂണിത്തറ പിടിച്ചെടുത്ത സ്വരാജിൻ്റെ വിജയം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അട്ടിമറികളിൽ ഒന്നായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ KN രവീന്ദ്രനാഥ്, K ചന്ദ്രൻപിള്ള എന്നിവർക്കും അന്തരിച്ച MM ലോറൻസിനും കഴിയാത്തതാണ് അന്ന് സ്വരാജ് സാധിച്ചത്. 2021 പക്ഷേ ബാബുവിന് മുന്നിൽ അടിപതറി. CPMൻ്റെ നവമാധ്യമ ചുമതല വഹിച്ചിരുന്ന സ്വരാജ് സൈബർ സഖാക്കൾക്കിടയിൽ പ്രിയങ്കരനാണ്. സമകാലീന വിഷയങ്ങളിൽ നിലപാട് പറയുന്ന സത്യാനന്തരമെന്ന പ്രതിവാര പരിപാടി പ്രവർത്തകർക്കിടയിൽ ഹിറ്റാണ്. ചരിത്രം കുറിക്കുമോ സ്വരാജ്? നിലമ്പൂരിൽ ചെങ്കൊടി പാറുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.